ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഫോട്ടോ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഈ തലമുറയിലെ വിരളം ആളുകൾക്കേ കഴിഞ്ഞെന്നു വരൂ. ഒരു ക്ലൂ തരാം. ഇദ്ദേഹം ലോകത്ത് മറ്റാരേക്കാളും മനുഷ്യജീവനുകൾ രക്ഷിച്ച ആളാണ്. ക്ലൂ ലഭിച്ചാലും നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമല്ല. ഇദ്ദേഹത്തിന് മെക്സിക്കോ ഓർഡർ ഓഫ് ദ ആസ്ടെക് ഈഗിൾ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരതം ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുമുണ്ട്. 1960കളിലെ ക്ഷാമകാലത്ത് ലക്ഷക്കണക്കിന് ഭാരതീയരെ പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉതകിയ കൃഷിതന്ത്രങ്ങൾ ആവിഷ്കരിച്ച മഹാൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രൊഫസർ ജേക്കബ് ജോർജ് ഓഴത്തിലാണ്. വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും സംബന്ധിച്ച് ഫുഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സാണ് നമ്മുടെ ഒരു പ്രത്യേകത ഇതാണ്. അപ്പോൾ ഈ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്ന് വളരെ അവൈലബിളാണ്. നമുക്കതിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടി, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ, അവരെ കുറ്റം പറയുന്നില്ല, വാല്യൂ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫുഡിനെ ചൊല്ലി പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഫുഡിൻ്റെ വാല്യൂ മനസ്സിലാകണമെങ്കിൽ ഒന്നുകിൽ അത് ഇല്ലാതാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കിട്ടാതാവണം. പല ഇൻഷുറൻസസ് പറയാം. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഈ വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ഒരു വലിയ സൈക്കോളജിസ്റ്റ്, ഇൻ്റർനാഷണൽ ഫേമസ്. അദ്ദേഹം ജൂ ആയിരുന്നു. അദ്ദേഹം അവരുടെ നാസി ക്യാമ്പിൽ 1945 പെട്ടു. അപ്പോൾ ഈ നാസി ക്യാമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ വളരെ മിനിമമാണ്. ജീവിക്കാൻ വേണ്ടി കഷ്ടിച്ച്, നാസി ക്യാമ്പിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. കഷ്ടിച്ച് രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ജീവിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഒരു തരം സൂപ്പാണ് കൊടുക്കുന്നത് ഈ എന്താ പറയുന്ന തടവുകാർക്ക്. സൂപ്പ് ഏതാണ്ട് പയറ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സൂപ്പാണ്, അതിൻ്റെ വെള്ളമാണ് ഇവർക്ക് കൊടുക്കുന്നത്. വിക്ടർ ഫ്രാങ്കിൾ 2 വർഷത്തോളം ഈ ക്യാമ്പിൽ കഴിഞ്ഞ് സർവൈവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജീവിതത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഇത് ഇളക്കുമ്പോൾ, ഈ സൂപ്പ് ഇളക്കുമ്പോൾ കുറച്ച് പീസെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. മനോഹരമായ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ട മാൻസ് സെർച്ച് ഫോർ മീനിങ്. ലോകത്തിൽ വായിച്ചിരിക്കേണ്ട 10 പുസ്തകങ്ങളെന്നാണ് ഞാൻ പറഞ്ഞത്. ഫുഡിൻ്റെ പ്രാധാന്യവും അതില്ലാതാകുമ്പോൾ അതിൻ്റെ വിലയും നമുക്കിന്ന്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇഷ്ടം പോലെ ഫുഡുണ്ട്. ഞാൻ ഫുഡിൻ്റെ വില അറിഞ്ഞത് വളരെ ചെറുപ്പത്തിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്നത് 1963-65 ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടായി. പാകിസ്ഥാൻ, ഇന്ത്യ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇവിടെയെല്ലാം ഭയങ്കര ക്ഷാമമുണ്ടായി. അരി കിട്ടാനില്ല, മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ വളരെ ലഭ്യം. അന്ന് 5-6 മക്കളാണ്, കൂടുതൽ മക്കളൊക്കെ ഉണ്ട്. 5-6 മക്കളെ പോറ്റാനായിട്ട് അന്നത്തെ അമ്മമാർ പെട്ട പാട് ഞാൻ ഇന്ന് ഓർക്കുന്നു. എൻ്റെ മനസ്സിൽ 6 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞില്ല എങ്കിലും. അപ്പോൾ ഒരു ഫുഡ് വിദഗ്ധർ അല്ലെങ്കിൽ ഈ സോഷ്യോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പോകും, ഈ ഫുഡ് സ്കാസിറ്റി കൊണ്ട് മരിച്ചു പോകുമെന്ന് അവരിങ്ങനെ പ്രവചിച്ചു. പക്ഷേ പെട്ടെന്ന് 1-2 വർഷം കൊണ്ട് ഈ ക്ഷാമം തീർന്നു. അന്നെനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെറുപ്പമൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ മനസ്സിലായില്ല അതിൻ്റെ ക്ഷാമം എങ്ങനെ മാറിയതെന്ന് ഞങ്ങൾ ആലോചിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടൊക്കെ അവസരമുണ്ട്. അന്നേരമാണ് മനസ്സിലായത് എങ്ങനെയാണ് ഈ ക്ഷാമം പെട്ടെന്ന് 2 വർഷം കൊണ്ട് മാറിയത്. പിന്നെ അത് പഠിച്ചപ്പോൾ മനസ്സിലായി. 1965 ആ കാലഘട്ടത്തിൽ ക്ഷാമം മൂത്ത് നിന്ന കാലത്ത് ഡോക്ടർ സ്വാമിനാഥൻ, ഇന്ത്യയുടെ പ്രശസ്തനായ അഗ്രികൾച്ചറിസ്റ്റ് സ്വാമിനാഥൻ്റെ ക്ഷണപ്രകാരം നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന ഒരു US സയൻറ്റിസ്റ്റ്, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് ഇവിടെ വന്നു. നോർമൻ ബോർലോഗിനെ പറ്റി ഒരു വാക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഞാൻ പഠിച്ചു. അപ്പോൾ അത് നോർമൻ ബോർലോഗിൻ്റെ ചരിത്രം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ US ജനിച്ചത് 1914. അദ്ദേഹത്തിൻ്റെ അപ്പൻ ഭയങ്കര റിച്ചാണ്, ആയിരക്കണക്കിന് എസ്റ്റേറ്റൊക്കെ ഉള്ളൊരു അദ്ദേഹമാണ്. അപ്പോൾ
എസ്റ്റേറ്റിൽ മീൻ പിടിച്ചും വേട്ടയാടിയും ഒക്കെ ഇങ്ങനെ ചെറുബാലനായിട്ട് ഇങ്ങനെ അദ്ദേഹം കഴിയുന്ന കാലഘട്ടത്തിലാണ് ജീവിതത്തെക്കുറിച്ച് വലിയ ദർശനമൊന്നുമില്ലാത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ വല്യപ്പൻ പറഞ്ഞൊരു വാചകം, അത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം വല്യപ്പൻ പറഞ്ഞൊരു വാചകം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ രാമൻ ബോളോവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിഫോർ യു fill your stomach with the food, you have to fill your head with ideas. ഒരൊറ്റ വാക്കാണ്, ഒരൊറ്റ സെൻറ്റൻസാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിയത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു, നല്ല അവാർഡൊക്കെ, നല്ല ഡിഗ്രിയൊക്കെ സമ്പാദിച്ചു. ഹി വെൻ ടു മെക്സിക്കോയുടെ ക്ഷണമനുസരിച്ച്, മെക്സിക്കോയുടെ ഗവൺമെൻറ്റിൻ്റെ ക്ഷണമനുസരിച്ച് അദ്ദേഹം മെക്സിക്കോയിൽ പോയി. മെക്സിക്കോയിൽ ചെന്ന് അദ്ദേഹം ഒരു തിയറട്ടിക്കൽ അഗ്രികൾച്ചറിസ്റ്റ് ആയിരുന്നില്ല. പാടത്തും പരമ്പത്തും ഒക്കെ 20 വർഷം വലിയ ടീമുണ്ടായിരുന്നു, വലിയ ഒരു വർക്കായിരുന്നു. ടീമിൻ്റെ സഹായത്തോടെ അദ്ദേഹം ഒരുപാട് നല്ല വ്യക്തിനങ്ങൾ, വളരെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഞാൻ സമയത്ത് പറയുന്നില്ല, ഒരുപാട് ഹൈ ഈൽഡിങ് ഗോതമ്പും അരിയും ഒക്കെ ഉണ്ടാക്കി. ആ വിത്തുകളാണ് ഡോക്ടർ സ്വാമിനാഥൻ്റെ ക്ഷണപ്രകാരം ഇവിടെ വന്ന് ഇന്ത്യയിൽ, അതായത് ഷിപ്പ് കണക്കിന്, ഷിപ്പ് ലോഡ്സ് ഓഫ് വീറ്റിൻ്റെ ഈ സീഡ്സ് കൊണ്ടുവന്ന് ഇന്ത്യ മുഴുവൻ വിതച്ച് 2 വർഷം കൊണ്ട് ഈൽഡ് ഏതാണ്ട് 4-5 ഇരട്ടിയാക്കി. ഇന്ത്യയുടെ ക്ഷാമം തീർന്നു. ഇന്ത്യ ബിക്കെയിം ഫുഡ് സർപ്ലസ് സ്റ്റേറ്റായിട്ട് മാറി. അതാണ് സ്വാമിനാഥൻ്റെ ഡോക്ടർ നോബൻ ബോർലോഗിൻ്റെ കോൺട്രിബ്യൂഷൻ. നമ്മളാരും അറിയുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഒട്ടുവരെ, നമുക്ക് പഴയ ജനറേഷന് പോലും അറിയത്തില്ല എങ്ങനെയാണ്, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത്. നമുക്ക് നമ്മുടെ പുതിയ ജനറേഷനും പഴയ ജനറേഷൻ പോലും അറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. നോബൻ ബോർലോഗ് വാസ് അവാർഡഡ് നോബൽ പീസ് പ്രൈസ് ഇൻ 1970. അദ്ദേഹം 1 കോടി ജനങ്ങളെയാണ്, 1 ബില്യൺ, അതായത് ഏതാണ്ട് 100 കോടി ജനങ്ങളെയാണ് പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചത്. ആ മഹാപ്രയത്നത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വാസ് അവാർഡഡ് ഇൻ 1970. പീസിനുള്ള നോബൽ പ്രൈസ്. സാധാരണ അഗ്രികൾച്ചറിന് നോബൽ പ്രൈസ് ഇല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പീസിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാചകമുണ്ട്, യു കെ നോട്ട് ബിൽഡ് പീസ് ഓൺ എൻ എംപ്റ്റി സ്റ്റൊമക്ക്. ലോകത്ത് ഏതെങ്കിലും ഒരു വയറ് വിശക്കുന്നുണ്ടെങ്കിൽ പീസ് സാധ്യമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാചകമുണ്ട്. ആൻഡ് അഗ്രികൾച്ചർ ആദ്യമായിട്ടാണ് ഒരു അഗ്രികൾച്ചറിസ്റ്റിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ബിക്കോസ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ 100 കോടി ജനങ്ങളെ പട്ടിണി രക്ഷിച്ച് മഹാപ്രതിഭ. അദ്ദേഹത്തെ സ്മരിക്കേണ്ടത്, ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു, പത്മഭൂഷണം നൽകിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഇന്ത്യയും ആദരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യക്ക് ഇന്ത്യൻ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ നോബൻ ബോർലോഗിനെ ഒന്ന് സ്മരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ മുഴുപട്ടിണിയിൽ നിന്നും രക്ഷിച്ച മഹാനായ ഒരു ഉദ്ഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് എപ്പോഴും സ്മരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ കർഷകരെയും. പക്ഷേ കർഷകരെ നമ്മളൊന്നും ആദരിക്കാറില്ല, പക്ഷേ അവരാണ് നമ്മുടെ ജീവിതത്തെ സസ്റ്റെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നോബൻ ബോർലോഗിനെയും ഇന്ത്യയിലെ മുഴുവൻ കർഷകരെയും സ്മരിച്ചുകൊണ്ട് വേണം, അവരോട് നന്ദി സൂചകമായിട്ട് വേണം നമ്മുടെ ഓരോ ആഹാരവും നമ്മൾ കഴിക്കുമ്പോൾ അവരെ ഓർക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നു. താങ്ക് യു.